ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി കട്ട്ലറ്റ് തയ്യാറാക്കാം. ഇതിനോടാവശ്യമായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച കൊത്തി അരിഞ്ഞതാണ് ഉള്ളി, അത് ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഓപ്ഷനിലാണ്, സാധാ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പക്ഷെ ക്യാപ്സിക്കം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ എരിവൊന്നും അനുഭവപ്പെടില്ല, നല്ല ടേസ്റ്റുമാണ്. പിന്നെ നമ്മളിതിലോട്ട് ചിക്കൻ റെഡിയാക്കി വെക്കണം. ചിക്കൻ അതേപോലെ തന്നെ കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക, ഉപ്പും കൂട്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങാണത്. ഉരുളക്കിഴങ്ങ് നമ്മൾ ഉപ്പ് കൂട്ടിയിട്ട് ഒന്ന് വേവിച്ച് ഉടച്ചെടുത്തതാണ്, അത് ഇതിലോട്ട് ചേർത്ത്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ചിക്കൻ മസാല 1 ടീസ്പൂണ്. ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ ക്യൂബ് കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് ആവശ്യമുള്ള കോഴിമുട്ട തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ കോഴിമുട്ട ഉപ്പും കുരുമുളകും കൂടി കൂട്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അടിച്ചെടുക്കണം. അതേപോലെ തന്നെ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ അത് രണ്ടും നമ്മൾ റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മസാലയിലോട്ട് ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം അല്പം ബ്രെഡ് ക്രംസ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഓരോ ബോളാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുട്ടെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.